ആശ്രിതർക്കാശ്രയമേ മറിയേ അമല മനോജ്ഞേ ആശ്രിതർക്കാശ്രയമേ കൃപയുടെ നിറവേ തായേ എന്നും വരണേ തനയർക്കു തുണയാ കൃപയുടെ നിറവേ തായേ എന്നും വരണേ തനയർക്കു തുണയാ ആവേ മരിയ 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 ആവേ മരിയ. എൻ്റെ പേര് ഡെയ്സി. കൂരാച്ചുണ്ടാണ് എൻ്റെ വീട്. വീട്ടുപേര് പുളിക്കൻ. ഞങ്ങൾ 9 മക്കളാണ്. ചാച്ചനും അമ്മയും മരിച്ചുപോയി. ഞാൻ എൻ്റെ ശുശ്രൂഷ മേഖല കൗൺസിലിങ്ങും പ്രാർത്ഥനയുമാണ്. ചെറുപ്പകാലത്തിൽ ചാച്ചൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയിൽ നിന്നാണ്, ഭക്തിയിൽ നിന്നാണ് ഞങ്ങൾ മാതാവിനെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തത്. എൻ്റെ അമ്മയും എൻ്റെ ചാച്ചനും മരിയ ഭക്തിക്കാരായിരുന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാ മക്കളും ഉണ്ടാകണമെന്നും അവർ ഭക്തിയോടെ പ്രാർത്ഥനയിലായിരിക്കണമെന്നും ചാച്ചന് ഭയങ്കര നിർബന്ധമായിരുന്നു. കൈവിരിച്ച് പിടിക്കാനും മുട്ടയിൽ നിൽക്കുവാനും അതുപോലെ സ്ഫുടതയോടെ പ്രാർത്ഥന ചെല്ലണമെന്നും ചാച്ചന് നിർബന്ധമായിരുന്നു. ഞങ്ങൾ എല്ലാ മക്കളും അത് കണ്ടാണ് പഠിച്ച് വളർന്നത്. അവിടം തുടങ്ങി എൻ്റെ ജീവിതത്തിൽ മാതാവിനുള്ള ഭക്തി, വിശ്വാസം, പ്രാർത്ഥന തുടങ്ങുകയായിരുന്നു. ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും ബസ്സിന് തിരിച്ചു വരിക. അപ്പോൾ ചിലപ്പോൾ ഞാനൊരു പെണ്ണ് മാത്രമേ ബസ്സിൽ കാണുള്ളൂ. അപ്പോഴൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മേനെ കാക്കണമേ എന്ന് അപേക്ഷിച്ച് പോരുകയും മാതാവ് ഒരാപത്തുമില്ലാതെ തിരിച്ച് ഭവനത്തിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജോലിയിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രാവശ്യം വണ്ടിയുടെ ടയർ പൊട്ടിപ്പോവുകയും രാത്രിയിൽ, അതുപോലെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോവുകയും ചെയ്തപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആളെ അയച്ചതുപോലെ ആ വാഹനത്തിൽ ഞങ്ങൾ കൂടെയുള്ളവരും കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് വന്നതുമൊക്കെ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. എൻ്റെ ജീവിതം വീണ്ടും പരിശുദ്ധി അമ്മയോടൊപ്പമായിരുന്നപ്പോൾ ഞാൻ ഒരു രോഗിയാണ്. വർഷങ്ങളായി 10-26 വർഷമായി ഞാൻ മരുന്ന് കഴിക്കുന്നു. ആ ഹോസ്പിറ്റലായിരുന്നപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നത് എനിക്ക് ആ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം ആയുസുള്ളൂ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ്. പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ച എൻ്റെ പേരൻസും എൻ്റെ സഹോദരങ്ങളൊക്കെ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുകയും അതുപോലെ മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടാകാൻ നേർച്ച നേടുകയും അങ്ങനെയൊക്കെ ചെയ്ത് 26 വർഷമായി ഞാൻ ഇപ്പോഴിവിടെ ആയിരിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരിയേറെ സാഹചര്യത്തിൽ പരിശുദ്ധി അമ്മയുടെ താങ്ങും തണലും കൂട്ടായ്മയും സ്പർശനവും സ്നേഹമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നോ രണ്ടോ വാക്കിലോ പറഞ്ഞാലോ ഒതുക്കിയാലോ തീരുന്നതല്ല. അത് അനന്തമായി കിടക്കുന്ന പോലെ ഒത്തിരിയേറെ ജീവിത അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ രോഗത്തിൻ്റെ മേഖലയിലും ഞാൻ എപ്പോൾ പോയാലും എൻ്റെ കയ്യിൽ ജപമാലയും ബൈബിളൊക്കെ ആയിട്ട് ഞാൻ പോകും. പരമാവധി പരിശുദ്ധി അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാറ്, നൊവേന ചൊല്ലിയൊക്കെ രാത്രികളൊക്കെ ഒത്തിരിയേറെ രാത്രികൾ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോഴേക്കും അമ്മയോട് പ്രാർത്ഥിക്കും. അതുപോലെ ഒരു പ്രാവശ്യം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡെയ്സി അധികം പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇനിയെന്ന് പറയുകയും പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഇത്രയും കാലവും കൂടെ ജീവിച്ചിരിക്കാൻ തമ്പുരാൻ എനിക്ക് കൃപ നൽകി. ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ബ്ലഡ് ഒമിറ്റ് ചെയ്യാം, അതുപോലെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പോവുക, ഇങ്ങനെ വന്ന് എൻ്റെ സഹോദരൻ, ഇവിടെ മറ്റാരുമില്ല, എൻ്റെ സഹോദരൻ എന്നെയും കൊണ്ട് മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ രാത്രിയിൽ 11:30 അപ്പോൾ അവിടെ ചെന്ന് അവിടെ എന്നെ അഡ്മിറ്റാക്കി ഗ്ലൂക്കോസ് കയറ്റി. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് റൂം കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ റൂമില്ല, ജനറൽ വാർഡ് കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഞാൻ പുറത്ത് കിടക്കാം, നീ എന്നെ സിസ്റ്റർമാർ നിന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞ് സഹോദരൻ റൂമിന് പുറത്ത്, ഞാൻ അകത്ത്. അപ്പോൾ സിസ്റ്റേഴ്സ് ഗ്ലൂക്കോസ് കയറ്റി. അപ്പോൾ എപ്പോഴും ഒമിറ്റ് ചെയ്യും, പോകുന്ന വഴിക്കൊക്കെ ഒമിറ്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഓർത്ത് എൻ്റെ ദൈവം ഇനി എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ ഗ്ലൂക്കോസ് കയറ്റി. എന്നാലും പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ച് സിസ്റ്റർ ഗ്ലൂക്കോസ് കയറ്റിയിട്ടേക്കാം.
ഒരു വശം ഞാൻ വലതുവശത്ത് തിരിയുമ്പം പരിശുദ്ധ ജപമാല രാജ്ഞി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇടത്തോട്ട് തിരിയുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. പ്രഭാതമായി ഒരു പ്രാവശ്യം പോലും ഒമിറ്റ് ചെയ്യുകയോ വയറ്റിൽ നിന്ന് പോകണം തോന്നി ഒന്നും ചെയ്യാതെ, ഗ്ലൂക്കോസ് ആണെങ്കിൽ ഞാൻ തന്നെ നോക്കണം, അതെല്ലാം കൃത്യമായി നല്ല മാതാവ് വന്നിരുന്ന് എന്നെ നോക്കിയെന്ന് എനിക്ക് വേണേൽ പറയാം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഹോദരൻ വന്നു, പെട്ടെന്ന് എനിക്ക് വയറ്റിൽ നിന്ന് പോകണം തോന്നി, വേഗം തന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി. ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ അപ്പോഴത്തേനും ഭയങ്കര ടയേർഡായി. എനിക്ക് എഴുന്നേറ്റ് നടക്കത്തില്ല. അവരെന്നെ 2 പേരെ പിടിച്ചു വേണം കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ റൂമിലായിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വൊമിറ്റ് ബാത്റൂമിൽ പോകണം തോന്നി. ഞാൻ ബാത്റൂമിൽ കയറി. അപ്പോൾ തന്നെ ബോധം കെട്ടുപോയി. ബാത്റൂമിൻ്റെ കുറ്റിയെടുക്കാൻ എനിക്ക് പറഞ്ഞു. ഞാനിങ്ങനെ ബോധം കെട്ടി ഇങ്ങനെ കുമ്പിട്ട് നിരത്തോട്ട് കുമ്പിട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് വിളിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബോധം നേരെ വന്നു. അപ്പം ഞാൻ നുകർന്ന് വാതിന് കുറ്റി ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ വീഴുവാൻ ഞാൻ ബോധം കെട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആങ്ങളുടെ ഭാര്യ എൻ്റെ അടുത്ത് കയറി വന്ന് ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ബോധം കെട്ടുപോയി. അപ്പോൾ ചേച്ചി എന്നെ വട്ടം പിടിച്ചിട്ട് ആങ്ങളെ വിളിച്ചു. അവർ ഓടി വന്ന് എന്നെ പിടിച്ച് ബാത്റൂമിലിരുത്തി. അതിനുശേഷം ഞാൻ കട്ടിലേ വന്ന് കിടന്നു. എൻ്റെ വായിൽ അവർ വെള്ളമല്ല ഒഴിച്ചു തരേണ്ട ഒരു അനുഭവമായിരുന്നു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, നീ ഇനി അധികം പ്രതീക്ഷിക്കരുത് കേട്ടോ എന്നോട് പറയുന്ന ദിവസം വന്ന. അതിനുശേഷം വീണ്ടും ഞാൻ ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ റിക്കവർ ചെയ്തു പോന്നു. പ്രാർത്ഥനയായിരുന്നു, അമ്മയോടൊപ്പമായിരുന്നു. പരിശുദ്ധി അമ്മ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ജപമാല ചൊല്ലിയും എത്രയും മാതാവ് ചൊല്ലിയും നൊവേന ചൊല്ലിയൊക്കെ ഞാൻ എൻ്റെ രോഗശൈലിയിൽ ബെഡിൽ ഞാൻ ഇങ്ങനെ ആശ്രയിച്ച് ഞാൻ മുമ്പോട്ട് പോയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ വഴികളിലും എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും വേദനയിലും രോഗത്തിലുമൊക്കെ പരിശുദ്ധി അമ്മ എന്നോടൊപ്പമായിരുന്ന ഒത്തിരിയേറെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയില്ലാത്ത വേദന ഞാൻ പരിശുദ്ധി അമ്മയിലൂടെയാണ് പരിഹരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മേനെ നയിച്ച് ഒത്തിരി എത്രമാത്രം പറഞ്ഞാലും മതി വരാത്ത അത്രയും എൻ്റെ അമ്മ എന്നെ കാത്ത് പരിപാലിച്ച, എന്നെ നയിച്ച എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പരിശുദ്ധി അമ്മ എൻ്റെ ശാരീരിക രോഗാവസ്ഥയിൽ എന്നെ പല സമയത്ത് സഹായിച്ചതിനെക്കുറിച്ച്. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഭൗതിക തലങ്ങളിൽ പല ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്ന പല സംഭവങ്ങളുമുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥയിൽ, ഞങ്ങൾക്ക് കിണറില്ല, ഒത്തിരിയേറെ കിണർ കുഴിച്ച് പാറയായിരുന്നു. അങ്ങനെ വെള്ളമില്ലാതെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വെള്ളം വയ്ക്കാൻ, മോട്ടർ വയ്ക്കാനൊക്കെയുള്ള പെർമിഷൻ കിട്ടി. പക്ഷെ അതിൻ്റെ ഇടയിൽ 3-4 സഹോദരന്മാരുടെ പറമ്പെടുത്ത് കഴിഞ്ഞ് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ. അതിലൊരു സഹോദരൻ ഞങ്ങളുടെ അടുത്തല്ല, കുറച്ച് ദൂരെ. അവരുടെ പറമ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ പെർമിഷൻ ആ സഹോദരൻ തരികയില്ല എന്ന് മറ്റുള്ളവരൊക്കെ പറയുമായിരുന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് എത്രയും മാതാവെ ചൊല്ലി ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ആ സഹോദരൻ്റെ വീട്ടിൽ പോവുകയും അവരുടെ വീട്ടിൽ പോയി അവർ പെർമിഷൻ തന്നു. ഞങ്ങൾ അവിടെ പൈപ്പിന് 25 മീറ്ററോളം നീളത്തിൽ പൈപ്പ് കുഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വെള്ളം എത്തിച്ചു. പിന്നെ ഒരു ദിവസം സഹോദരൻ വന്നപ്പോൾ ഞങ്ങളോട് പറയുക, നിങ്ങളെന്തിനാ ആ കിണറ്റിലിട്ട്, എൻ്റെ കിണറ്റിൽ അവിടെ കിണറുണ്ടായിരുന്നല്ലോ, അവിടെ നിങ്ങൾക്ക് വെള്ളം ഇടാമായിരുന്നല്ലോ എന്ന്. ശരിക്കും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധി അമ്മ ആ വ്യക്തിയിൽ പ്രവർത്തിച്ചാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ആ സഹോദരൻ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് മറ്റുള്ളവർ പറയുക. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ സഹോദരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾക്ക് അനുവാദം തരികയും വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുക, ഞാൻ ആ കിണറ്റിൽ എൻ്റെ പറമ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കത്തില്ലായിരുന്നു എന്ന അത്രയും സൗമ്യമായി നല്ല രീതിയിൽ ഞങ്ങളോട് ഇടപെടുകയും ചെയ്തു. വീണ്ടും വേറെ ഒത്തിരി അനുഭവമുണ്ട്. ഞങ്ങളുടെ അയൽവക്കത്തുണ്ടായ സഹോദരൻ ഒത്തിരിയേറെ ഞങ്ങളെ മൃഗങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ആയിട്ട് ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ആ സഹോദരൻ ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല, ആ സഹോദരനെ ഒഴിവാകാൻ ഞങ്ങൾക്കൊരു ചെയ്യത്തുമില്ല. അങ്ങനെ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ച് ഒരു സുപ്രഭാതത്തിൽ ആ സഹോദരൻ ആ സ്ഥലം വിൽക്കുകയും നല്ലൊരു കുടുംബം ആ വീട്ടുകാർ അവിടെ വന്ന് സ്ഥലം എടുത്ത് ആ സഹോദരൻ മാറിപ്പോവുകയും ചെയ്തു. ഇതും പരിശുദ്ധി അമ്മയോട് മാധ്യസ്ഥം വഹിച്ചത് കൊണ്ടാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ വയനാട്ടിലേക്ക് കസിൻ ബ്രദറിൻ്റെ വീട്ടിലേക്ക് യാത്ര പോവുകയാണ്. ഞങ്ങളുടെ വാഹനത്തെ ഞങ്ങൾ വയനാട് ചുരം കയറി പോകുമ്പോൾ 6ാം വളവിലെത്തുമ്പോൾ
ഒരു കണ്ടെയ്നർ വന്ന് വഴിയിൽ ഇങ്ങനെ ഒരു വളവിലാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ മോന വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഈ കാറ് നേരെ ചെന്ന് ഈ കണ്ടെയ്നറിൽ ഇടിക്കുകയും വണ്ടിയുടെ ബോണറ്റ് ഇളകിപ്പോവുകയും ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയി. അതുപോലെ കണ്ടെയ്നറുടെ കമ്പി അവിടെ വിളച്ച് വെച്ചിരുന്ന വെൽഡ് ചെയ്തിരുന്ന കമ്പി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ അകത്തിരുന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി വീട്ടിൽ നിന്ന് ഞങ്ങൾ എപ്പോൾ വണ്ടി യാത്ര ചെയ്യുമ്പോഴും ജപമാല ചൊല്ലി ഞങ്ങൾ പോകും. ഞങ്ങൾ കുടുംബസമേതം പോയപ്പോഴും ഇങ്ങനെ ജപമാല ചൊല്ലി അപ്പോഴും ഞങ്ങൾ ജപമാല ചൊല്ലി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഈ അപകടമുണ്ടായിട്ട് ഇത്രയൊക്കെ വാഹനത്തിൽ സംഭവിച്ചിട്ടും ഞങ്ങൾക്ക് ആർക്കും ഒരു ഭയമോ ഒരു പേടിയോ അല്ല ഞങ്ങൾക്കിന് വാഹനം ഇങ്ങനെ ആ ഒരു ഇടിച്ചത് പോലും തോന്നാത്ത വിധം പരിശുദ്ധി അമ്മ ഞങ്ങളെ കാത്തത് ഞങ്ങളുടെ എൻ്റെ ജീവിതാനുഭവമാണ്. അതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങളും മോനും മക്കളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ മാതാവ് ഇങ്ങനെ പറഞ്ഞാൽ ഉള്ളിൽ തോന്നുന്നു സകല വിശുദ്ധരോടും ചേർത്ത് പ്രാർത്ഥിക്കാൻ വണ്ടി കാക്കാൻ. അങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച് തീർന്നില്ല എന്ന് പറയാം. അപ്പോഴത്തേനും ഒരു ബസ് നേരെ വന്നിട്ട് ഒരു വലിയ വളവാണ്. ആ വാഹനം ഞങ്ങളുടെ കാർ ഇങ്ങനെ നേരെ എതിർ സൈഡിലേക്ക് പോവുകയും ആ ബസ് ഇങ്ങനെ കടന്നു പോവുകയും ചെയ്തു. ഇങ്ങനെ അപകടത്തിൽ നിന്നും അതുപോലെ ഭൗതിക ആവശ്യങ്ങളിലെല്ലാം പരിശുദ്ധി അമ്മ എന്നെ സഹായിച്ച 1000 കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്, എൻ്റെ അനുഭവത്തിലുണ്ട്. അതിലേതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധി അമ്മ നമ്മളെ എപ്പോഴും കാക്കുന്ന അമ്മ, നമ്മുടെ ഈശോയുടെ അമ്മ നമ്മളെ എപ്പോഴും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യും. ഏതാവശ്യങ്ങൾ നമ്മുടെ അമ്മയെ വിളിച്ചാൽ അമ്മ നമ്മളുടെ കൂടെയായിരിക്കും. ഞാൻ കൂടുതലും മാതാവിനോട് പ്രാർത്ഥിക്കുക എത്രയും തള്ള മാതാവെ ചെല്ലിയ. എൻ്റെ ഏതാവശ്യത്തിനും ഞാൻ എത്രയും തള്ള മാതാവെ ചെല്ലും. അത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇടയ്ക്കുള്ള സമയങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനായി കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴൊക്കെ ഏറ്റവും ആദ്യം ചെല്ലുന്ന പ്രാർത്ഥന എത്രയും തള്ള മാതാവാണ്. എത്രയും തള്ള മാതാവ് ചൊല്ലിയിട്ട് ഒത്തിരിയേറെ അനുഭവം സാക്ഷ്യങ്ങൾ പറയാൻ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിലേതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരു സഹോദരി സ്ഥലം വിൽക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ തടസ്സമുണ്ട്. അത് പ്രാർത്ഥിക്കാനായി വന്നു. ഞാൻ പറഞ്ഞ നിയോഗമായിട്ട് 33 എത്രയും തള്ള മാതാവെ 9 ദിവസം ചേച്ചി കാഴ്ചവെക്ക്, മാതാവ് സാധിച്ചു തരും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. അവരുടെ സ്ഥലത്തിൻ്റെ വിൽപ്പന ഒരു തടസ്സമില്ല. അവർ വിചാരിച്ചേക്കാൾ കൂടുതൽ വില കിട്ടി അവർ വിൽക്കാൻ ഇടവന്നു. അതുപോലെ സ്ഥലത്തിൻ്റെ കാര്യത്തിനൊക്കെ ഒത്തിരി വിവാഹ തടസ്സങ്ങൾ, ഒത്തിരിയേറെ മക്കൾ വിവാഹ തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മാതാവിനോട് എത്രയും തള്ളാമതിൽ പ്രാർത്ഥിക്കുക, മാതാവ് നിങ്ങൾക്ക് കനിയും. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർ എപ്പോഴും ഞാൻ അവരെ അമ്മയുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ, ആര് പ്രാർത്ഥന സഹായമായി ആവശ്യപ്പെട്ട് വന്നാലും അമ്മയുടെ അടുത്തേക്ക് അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മ നിങ്ങൾക്ക് കാര്യം സാധിച്ചു തരും. ഇത് പറയാനൊരു അനുഭവമുണ്ട്. ഞങ്ങളുടെ ഇടവക വികാരിയായിരുന്ന വട്ടോട്ട് തർപ്പയിലെ തോമസ് അച്ഛൻ ഒരു ദിവസം ഞങ്ങളുടെ കുർബാനയുടെ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറയുകയായിരുന്നു. അച്ഛൻ ഇങ്ങനെ ലൂർദിൽ പോയപ്പോൾ അവിടെ ഒരു ആലേഖനം എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം, ഒരു ക്ഷയരോഗിയായ മകളെ വിദേശത്ത് നിന്ന് ഫ്രാൻസിൽ നിന്നങ്ങാണ്ട് അവിടെ കൊണ്ടുവന്ന് അപ്പനും അമ്മയും എല്ലാം കൂടെ ഡോക്ടേഴ്സ് എല്ലാം ഒഴിവാക്കി. അങ്ങനെ ഈ മകളുടെ ജീവിതം അവൾ മരിക്കുമെന്ന ബോധ്യമായപ്പോൾ ഡോക്ടേഴ്സൊക്കെ വീട്ടിൽ വിട്ട് കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, അമ്മ എനിക്ക് 12 വയസ്സുള്ള ബാലിക, എനിക്ക് ലൂർദിൽ പോകണം, മാതാവ് എന്നെ സുഖപ്പെടുത്തും. അങ്ങനെ ആ അമ്മയും പിതാവും ആ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി പാവപ്പെട്ടവരാ, അവർ ട്രെയിനിൽ ലൂർദി വരികയും ആ മകളെ അവിടെ കിടത്തി. അങ്ങനെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മകളിങ്ങനെ നോക്കി അവൾക്ക് സൗഖ്യം കിട്ടുമെന്ന്. പക്ഷേ അവൾക്ക് സൗഖ്യമൊന്നും കിട്ടിയില്ല. അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ഈശോ അങ്ങോട്ട് അച്ഛൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കടന്നു കഴിഞ്ഞപ്പോൾ ഇവള് വിളിച്ചു പറഞ്ഞ് 12 വയസ്സുള്ള ഈ മകള്, നീ എനിക്ക് സൗഖ്യം തന്നില്ലേ, ഞാൻ നിൻ്റെ അമ്മയോട് പറയും. ആ നിമിഷം ആ മകൾ സൗഖ്യപ്പെട്ടുവെന്ന് ഇത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആഴങ്ങൾ, അമ്മയ്ക്ക് അമ്മേനെ പേടിയാ പുത്രൻ എന്ന ആ ഒരു തമാശ രൂപത്തിൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ മാതാവിൻ്റെ ഭക്തിയിലേക്ക് അടുപ്പിച്ചതും ആ അനുഭവം പങ്കുവെച്ചതും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഇത് പലരോടും പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രശ്നവും പ്രതിസന്ധിയും കരിങ്കല്ല് പോണക്കത്തെ വലിയ കോട്ട പോലെ, വലിയ പർവ്വതം പോലെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർക്ക് അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ പരിശുദ്ധി അമ്മയോട് എത്രയും തള്ള മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ച് അവർക്ക് അതിൽ നിന്നെല്ലാം ഒരാൾ പോലും എത്രയും തള്ള മാതാവ് ചൊല്ലിയിട്ട് നിരാശരായി അത് സാധിച്ചില്ല എന്ന് പറയുന്ന
ഒരനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും. ഇതുപോലെ ഓർക്കുകയാണ്, ഒരു വിവാഹമോചനത്തിന് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു അവർ. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് കുടുംബത്തിലൊരു സൗന്ദര്യപ്പിണക്കം, ജീവിത പങ്കാളിയും തമ്മിൽ പിരിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആ മകളെ വീട്ടിൽ കൊണ്ടുവന്നു. അവർ ഒത്തിരിയേറെ മകൾ ഒത്തിരി വേദനിച്ചു. നിസ്സാര കാര്യങ്ങളാണ്, കുടുംബത്തെ പ്രശ്നങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ആ മകളോട് പറഞ്ഞു, മകളെ നീ ഇങ്ങനെ എത്രയും തളമാ ചെല്ലണം. അവൾ എത്രയും തളമാതാവ് ചെല്ലി പറഞ്ഞ്, നീ മാതാവിനോട് പറയണം, മാതാവേ നീ ഒരു ദൂതനെ പറഞ്ഞു വിടണം. സൂസന്നയ്ക്ക് അവിടുന്ന് ദാനിയലിനെ അവിടുന്ന് അയച്ചതുപോലെ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടണമെങ്കിൽ ദാനിയലിനെ പോലെ നല്ലൊരു മധ്യവർത്തി വേണം. നീ അതുകൊണ്ട് അമ്മയോട് പറയണം, അമ്മേ ഒരു ദൂതൻ ദാനിയലിനെ പോലെ ഒരു ദൂതനെ പറഞ്ഞയക്കണമേ എന്ന്. അങ്ങനെ ആ മകള് വന്ന് പ്രാർത്ഥിച്ചു. 9 ദിവസം അവൾ പ്രാർത്ഥിച്ചു. 9-ാം ദിവസം വീട്ടിൽ ആൾ വന്നു, പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു. അവൾ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു. അതിനുശേഷം അവർ തിരിച്ചുപോയി. വീണ്ടും അവൾ 101 എത്ര ദളമാതാവ് ചെല്ലാനായി അവൾ തുടങ്ങി. അവരുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ പോയി കാര്യങ്ങൾ പറഞ്ഞു. അവരൊരുമിച്ചായി, മക്കൾ ഒരുമിച്ച് ധ്യാനത്തിന് പോയി, കുടുംബത്തിലേക്ക് ഒരുമിച്ചായി. അവരുടെ ജീവിതം ഒത്തിരി അനുഗ്രഹിച്ച് ഇപ്പോൾ വളരെയേറെ സന്തോഷത്തോടെ അവർ ജീവിക്കുന്ന അനുഭവമുണ്ട്. പരിശുദ്ധി അമ്മയോട് ചോദിച്ചാൽ അമ്മ നമുക്ക് തരാതിരിക്കുകയില്ല. അമ്മയോട് നമ്മൾ എന്തു ചോദിക്കുന്നു അത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ കൊച്ചു കുഞ്ഞിനെ പോലെ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാമോ എന്ന തിരുവചനം ഓർക്കുക. നമ്മൾ പരിശുദ്ധി അമ്മ, നമ്മൾ ഓരോരുത്തരും അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ച് അമ്മയുടെ കൂടെ സ്നേഹത്തിൽ അമ്മയോട് ഒട്ടിച്ചേരുമ്പോൾ, ആ മാറിലേക്ക് ചേരുമ്പോൾ, അമ്മയെ നമ്മുടെ പ്രതിസന്ധിയിൽ വിളിക്കുമ്പോൾ, കൂട്ടാക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിലെ മാതാവ് ഇടപെട്ട കുറച്ച് നുറുങ്ങു വിശേഷങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. പരിശുദ്ധി അമ്മ സുഗന്ധവാഹിനിയാണെന്നും പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്നും പാലക്കാട്ട് റാണി ചേച്ചിയുടെ ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവിടെ കാണാൻ പോയപ്പോൾ അവിടുന്ന് അനുഭവപ്പെട്ട ആ സുഗന്ധാഭിഷേകം എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. അതിനുശേഷം ജീവിതത്തിൽ പലപ്പോഴും പരിശുദ്ധി അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോഴും ഈ സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനൊരു കൊച്ചു കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴൊരു ദിവസം ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അതിൻ്റെ മുമ്പ് മക്കളിങ്ങനെ ചോദിച്ചു, ആൻറ്റി അവിടെ റാണി ചേച്ചിക്കും അതുപോലെ ധ്യാന സെൻറ്ററും പല സ്ഥലങ്ങളിലും മാതാവിൻ്റെ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് നമുക്ക് മാത്രം അത് കിട്ടാത്തത്? എന്താ നമ്മൾ പ്രാർത്ഥിച്ചാൽ കിട്ടിയാലേ അത് ചിലർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന അവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു, മക്കളെ ഇല്ല, ഇന്ന് നമ്മൾ ഭക്തിയോടെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാനും ജപമാല ചൊല്ലിയാലും ഇന്ന് സുഗന്ധാഭിഷേകം നമുക്കുണ്ടാകും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു. ഞങ്ങൾ ജപമാല ചൊല്ലി മക്കൾ നല്ല ഭക്തിയോടെ ഇരുന്നു. 3-ാമത്തെ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ, അന്ന് ഒരു ബുധനാഴ്ചയാണ്, മഹിമയുടെ ദിവ്യരഹസ്യം ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. 3-ാമത്തെ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ നല്ല സുഗന്ധാഭിഷേകം മുറിയിലേക്ക് വന്നു. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരം മക്കളൊക്കെ പലപ്പോഴും പറഞ്ഞാൽ അത് സ്പ്രേ അടിച്ചു പോയവരാ, കാരണം വഴിയരികിലാണ് വീട്. അപ്പം അതിലെ കടന്നു പോയ പലരുടെയും സ്പ്രേ അടിച്ചതാണ്, അത്തറിൻ്റെ എന്നൊക്കെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ മുറിയിൽ എന്നും ഇരിക്കുന്ന സ്ഥലത്തല്ല, മാറിയൊരു മുറിയിലാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ച്, അത് 3-ാമത്തെ മോന ആ ദിവ്യരഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സുഗന്ധാഭിഷേകം വന്നു. ആദ്യം അവർക്കാണത് ഫീൽ ചെയ്തത്. അവർ പറഞ്ഞു, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അന്നേരം നിർത്തിയിട്ട് പറഞ്ഞു, ആൻറ്റി ഇതാ മാതാവിൻ്റെ മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അവരങ്ങനെ ആ മാതാവിൻ്റെ മണം വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ഒത്തിരി നേരം അവരങ്ങനെ ആസ്വദിച്ചു, ഇങ്ങനെ സ്വീകരിച്ചു, ശ്വാസം എടുത്ത് വലിച്ച്. അങ്ങനെ ഞങ്ങളിരുന്ന് ആ ജപമാല അവർ ഭക്തിയോടെ ചൊല്ലി അന്നത്തെ ദിവസം ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ അവർക്ക് വലിയൊരു സന്തോഷം. അവർക്കന്ന് മനസ്സിലായി, അവരോ ഇവിടെ പറയുന്നതല്ല, പരിശുദ്ധി അമ്മ ശരിക്കും ഇന്നും ജീവിക്കുന്ന അമ്മയാണെന്നും, നമ്മൾ വിളിച്ചാൽ, നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചാൽ, അത് ഉള്ളുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കണം, ആഗ്രഹിക്കണം. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ആ നിമിഷം അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ആ ജപമാല ചൊല്ലി അവർ എന്നത്തേക്കാൾ കൂടുതൽ ഭക്തിയോടെ ഇരുന്ന് ചൊല്ലി അവരെ സ്തുതി ചൊല്ലി പുറത്തിറങ്ങിയപ്പോൾ
അവർക്ക് മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. അവരിങ്ങനെ കുറേ ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് എന്താണ്. അപ്പം അതെനിക്കറിയാവുന്ന കൊച്ചറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് മാതാവിനുള്ള ഭക്തി അവരിലേക്ക് വളർത്താൻ എനിക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഞാൻ പറഞ്ഞുവല്ലോ എനിക്ക് കൗൺസിലിംഗ് ആണ്, അതുപോലെ പ്രാർത്ഥനയുണ്ടെന്ന്. ഞങ്ങളുടെ കുരാച്ചുണ്ടയുടെ വകയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയുണ്ട്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച ആരാധന. അത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ നിന്ന് നേർച്ച ഭക്ഷണം തരാറുണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. അത് ഞങ്ങൾക്ക് 10-11 മണിയാകുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയണം എത്ര പേരുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ 10 പേര്, 11 പേര്, അപ്പോഴുണ്ടാവുന്നവരത്രയാണ്, ചിലപ്പോൾ 15 ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ വിളിച്ചു പറയും. അവരത്രയും പേർക്കുള്ള ഭക്ഷണം കൊണ്ട് വരും. 1 മണിയാകുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ 40-50 പേര് വീതം പ്രാർത്ഥിക്കാനുണ്ടാവും, ആരാധിക്കാൻ. പക്ഷെ ഞാൻ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ആരാധിക്കാൻ വന്നാലും എല്ലാവർക്കും നേർച്ച ഭക്ഷണമല്ലേ, ഈ കഞ്ഞി കൊടുക്കും. അങ്ങനെ അവിടെ നിന്ന് കഞ്ഞി കൊടുക്കാനായി വന്ന് കഞ്ഞി പാത്രത്തിൽ തവിയിട്ട് ഇളക്കുമ്പോൾ അമ്മയോട് പറയും, അമ്മേ ഇത്രയും മക്കളുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമായത് അമ്മ തരണമേ. അങ്ങനെ ആ തവി ഇളക്കി കഞ്ഞി വിളമ്പിയാൽ എല്ലാ മക്കളും ഭക്ഷണവും കഴിച്ച് ഒരാൾക്ക് പോലും കുറവ് വരാതെ വയറു തൃപ്തിയോടെ കഴിക്കാനുള്ള ഭക്ഷണം അമ്മ അവിടെ ഞങ്ങൾക്ക് തരാറുണ്ട്. അതും ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമാണ്. മക്കൾ 1-ാം ക്ലാസ് മുതൽ അവർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാനായി അവർ വരും. പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുപോയി അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞു വിടുമ്പോൾ മക്കളോട് പറയും, മക്കളെ നിങ്ങൾ പോകുമ്പോൾ എത്രയും ദൈവമാതാവ് ചൊല്ലിപ്പോകണം. അപ്പോൾ നിങ്ങൾ പരീക്ഷ ഹാളിൽ കയറിയിരിക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എത്രയും ദൈവമാതാവ് ചെല്ലണം. വീണ്ടും നിങ്ങൾ ഏതെങ്കിലും സംശയമോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 സെക്കൻഡ് നിങ്ങൾ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ പരീക്ഷ എഴുതണം. അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വരുമ്പോഴും അവരുടെ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അവരെ പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു പ്രാവശ്യം സൺഡേ ശാലവും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മദർ തെരേസയുടെ ഒരനുഭവം അമ്മ അവിടെ എഴുതിയിരിക്കുന്നത്. മദർ തെരേസ ഏത് കാര്യങ്ങൾ ചെയ്യാൻ പോയാലും അമ്മ 7 ദിവസം 9 എത്രയും ദൈവമാതാവ് വെച്ച് ചെല്ലും. അതിനുശേഷം അമ്മ പ്രവർത്തിക്ക് ഇറങ്ങുള്ളൂ. അമ്മയുടെ ആ പ്രവർത്തികളെല്ലാം വിജയിച്ചിട്ടുണ്ട്. അമ്മ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അമ്മയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് അമ്മ പറയാറുണ്ട്, പരിശുദ്ധി അമ്മയുടെ പ്രാർത്ഥനയിലാകും എത്രയും ദൈവമാതാവ് അമ്മയുടെ മദർ തെരേസയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തിയും തുണയുമായിരുന്നുവെന്ന്. അതും എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രാവർത്തികമാക്കാറുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയുടെ സന്നിധിയിൽ ഇപ്പോഴും സന്നിധിയായിരിക്കുന്നു. അമ്മ ഏത് പ്രതിസന്ധിയിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാ കർത്താവ് നമുക്ക് നൽകിയ ഉറപ്പ്, ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക്, ഏതെങ്കിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയിലേക്ക് തിരിഞ്ഞാൽ, അമ്മയെ വിളിച്ചാൽ അമ്മ നമ്മുടെ ഈശോയുടെ മുമ്പിൽ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന ഉറപ്പ്, ആ വിശ്വാസം അത് എൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കും അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.